ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇസ് ലിപ് പിഗ്മെന്റേഷൻ. എനിക്ക് ഒരുപാട് കമന്റ് വന്നിട്ടുള്ളത് ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി പറയാനാണ്. ആൻഡ് മെയിൻ ആയിട്ട് മിണ്ടാതിരുന്നതിന്റെ റീസൺ, ഈ ലിപ് പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് മാറുന്ന ഒരു സാധനമല്ല. ഭയങ്കര കഷ്ടപ്പാടാണ്. നമ്മൾ കഷ്ടപ്പെട്ട് അതിന്റെ പിറകെ നടന്ന് വേണ്ട പ്രൊഡക്ട്സും ട്രീറ്റ്മെന്റ്സും എടുത്താൽ മാത്രമേ ലിപ് പിഗ്മെന്റേഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. പൂർണ്ണമായിട്ട് പിങ്ക് ലിപ്സ് കിട്ടുമെന്നല്ല, എന്നാലും നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയെങ്കിലും നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എല്ലാം ലിപ് പിഗ്മെന്റേഷൻ റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും ഞാൻ പറയാൻ പോകുന്നുണ്ട്. അതിനകത്ത് DIYs ഇൻക്ലൂഡഡ് ആണ്, പ്രൊഡക്ട്സ് ഇൻക്ലൂഡഡ് ആണ്, നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. ഇനിയിപ്പോൾ പ്രൊസീജിയേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം എന്താണ് ലിപ് പിഗ്മെന്റേഷൻ? അതായത് നമുക്ക് എക്സസ് മെലാനിൻ പ്രൊഡക്ഷൻ ഉണ്ടാവുകയോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡാമേജ് കാരണം ഉണ്ടാവുന്ന ലിപ്പിൽ വരുന്ന പിഗ്മെന്റേഷൻ ആണ് ലിപ് പിഗ്മെന്റേഷൻ പറയുന്നത്. പക്ഷെ ഇത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ചിലപ്പോൾ അതായത് ഇപ്പൊ സ്മോക്ക് ചെയ്യണവർക്ക് വരുന്ന പിഗ്മെന്റേഷൻ അല്ല ജനറ്റിക് ആയിട്ടുള്ള പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അതായിരിക്കില്ല നിങ്ങൾ ലിപ്പ് ലിക്ക് ചെയ്ത് വരുന്ന പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രൊഡക്റ്റ് ആയിരിക്കും ചിലപ്പോൾ യൂസ് ചെയ്യേണ്ടി വരിക, ചിലപ്പോൾ ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് ആയിരിക്കും നോക്കേണ്ടി വരിക. ഈ ജനറ്റിക് പിഗ്മെന്റേഷൻ എന്ന് പറയുന്നതില്ലേ, അത് നമുക്ക് ഫുള്ളി മാറ്റാൻ പറ്റുന്ന, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പിങ്ക് ലിപ്സ് ഇല്ലേ, അത് കിട്ടാനുള്ള ചാൻസ് വളരെ റയർ ആണ്. ഈവൻ വിത്ത് പ്രൊസീജിയേഴ്സ് പോലും ഭയങ്കര റയർ ആണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതി. അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ എന്താണ് കോസ് എന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അതനുസരിച്ച് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, സോ ഏതൊക്കെ കൈൻഡ് ഓഫ് പിഗ്മെന്റേഷൻ ഉണ്ട്? ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്മോക്കേഴ്സ് ലിപ്പ് ഉണ്ട്. അതായത് നിങ്ങൾ കണ്ടിന്യൂസ് സിഗരറ്റ് വലിക്കുന്ന അല്ലെങ്കിൽ പുക വലിക്കുന്ന കാരണം ഉണ്ടാവുന്ന ലിപ് പിഗ്മെന്റേഷൻ ഉണ്ട്. സൺ ഇൻഡ്യൂസ്ഡ് പിഗ്മെന്റേഷൻ ഉണ്ട്. അതായത് നിങ്ങൾ SPF പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലാണ്ട് വെയിലത്ത് പോയി അത് കാരണം വെയിൽ കാരണം വരുന്ന ലിപ്പിൽ വരുന്ന പിഗ്മെന്റേഷൻ ഉണ്ട്. ജനറ്റിക് ആയിട്ടുള്ളത്, അതായത് നിങ്ങൾ ജന്മനാ നിങ്ങളുടെ ലിപ്പിന്റെ കളർ ചിലപ്പോൾ ഒരു ഡാർക്ക് ടോൺ ആയിരിക്കും. അതായത് കൂടുതലും സ്കിൻ ഓഫ് കളേഴ്സ് ഉള്ളവർക്കാണ് അത് കണ്ടുവരാറ്. എനിക്ക് ജനറ്റിക് ലിപ് പിഗ്മെന്റേഷൻ ഉള്ള ഒരാളാണ്. അതായത് എന്റെ ലിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു ലൈനർ ഇട്ട പോലെ ഒരു ഡാർക്ക് ഷെയ്ഡ് എന്റെ ചുണ്ടിന് ചുറ്റുമുണ്ട്. അത് ജനറ്റിക് ആയിട്ടുള്ളതാണ്. അത് ഞാൻ മാറ്റാൻ ശ്രമിച്ചിട്ടില്ല, അങ്ങനെ തന്നെയാണ്. സോ അത് കാരണം ഉണ്ട്. പിന്നെ ലിപ്പ് ലിക്ക് ചെയ്യണ കാരണം വരുന്ന പിഗ്മെന്റേഷൻ ഉണ്ട്. ഇൻഫ്ലമേഷൻസ് കാരണം വരുന്ന പിഗ്മെന്റേഷൻ ഉണ്ട്. ഇൻഫ്ലമേഷൻ കാരണം വരുന്ന പിഗ്മെന്റേഷൻ, ആ ഇൻഫ്ലമേഷൻ പോകുമ്പോൾ ആ പിഗ്മെന്റേഷൻ കുറയാനാണ് ചാൻസ്. അതുപോലെ മെഡിസിൻസ് കാരണം വരുന്ന പിഗ്മെന്റേഷൻ ഉണ്ട്. അതായത് ആന്റിബയോട്ടിക്സ്, ചിലപ്പോൾ ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവർ കഴിക്കുന്ന ടാബ്ലറ്റ്സ്, ഇതൊക്കെ കാരണം പിഗ്മെന്റേഷൻ വരുന്നവരുണ്ട്. പിന്നെ എന്തുണ്ട്, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കാരണം പിഗ്മെന്റേഷൻ വരുന്നവരുണ്ട്. അതായത് നിങ്ങളുടെ ഫുഡ് പ്രോപ്പർ അല്ല, നിങ്ങൾക്ക് കിട്ടേണ്ട ന്യൂട്രീഷൻ കിട്ടുന്നില്ല, അത് കാരണം വരുന്ന പിഗ്മെന്റേഷൻ ഉണ്ട്. ഇതിന് ഓരോന്നിനും ഓരോ കോസാണ്. അപ്പോൾ ഓരോ കോസിനും ഓരോ ട്രീറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഡൂസ് ആൻഡ് ഡോൺസ്. ഡൂസ് എന്ന് പറയുന്നത് ഒരു SPF പ്രൊട്ടക്ഷൻ ഉള്ള ലിപ് ബാം നിങ്ങൾ മേടിച്ച് വെക്കുക. കണ്ടിന്യൂസ് അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഒരെണ്ണം നിങ്ങളുടെ ബാഗിൽ ഇട്ടേക്കുക, ഒരെണ്ണം നിങ്ങളുടെ ബെഡ്റൂമിൽ വെച്ചേക്കുക. ലൈക്ക് സൈഡ് ടേബിൾ ഉണ്ടെങ്കിൽ അവിടെ വെച്ചേക്കുക. ആൻഡ് ഇപ്പൊ വർക്ക് സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ ഒരെണ്ണം വെച്ചേക്കുക. 3 ലിപ് ബാം വാങ്ങിച്ച് പല സ്ഥലത്തായിട്ട് വെച്ചേക്കുക. കാരണം എപ്പോൾ നിങ്ങൾ നോക്കിയാലും നിങ്ങളുടെ കൈ എത്തുന്ന സ്ഥലത്ത് ഈ ലിപ് ബാം ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങളെ ലിപ്പ് എപ്പോഴും മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുക. അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ ലിക്ക് ചെയ്യുന്നത് കുറയ്ക്കും. ലിക്ക് ചെയ്യുന്ന കുറയ്ക്കുമ്പോൾ നമ്മുടെ ലിപ് പിഗ്മെന്റേഷൻ കുറയുന്നത് നമുക്ക് എന്നെ മനസ്സിലാവും. അറിയാതെ ലിക്ക് ചെയ്ത് പോവും പല സിറ്റുവേഷനിലും. അപ്പൊ അത് വരാണ്ടിരിക്കാനായിട്ട് എപ്പോഴും ഒരു ലിപ് ബാം കയ്യിൽ കരുതുക. അത് SPF പ്രൊട്ടക്ഷൻ ഉള്ളതായിരിക്കണം. അപ്പൊ നമുക്ക് സണ്ണിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ കിട്ടും. അത് കിട്ടിയാലും ലിപ് പിഗ്മെന്റേഷൻ താനേ കുറഞ്ഞോളും. ഇനി രണ്ടാമത്, എപ്പോഴും ഹൈഡ്രേഷൻ. നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. എപ്പോഴും വെള്ളം കുടിക്കുക. മിനിമം ഒരു 2 to 3 liters ഓഫ് വാട്ടർ ഡെയിലി ഇൻടേക്ക് എന്തായാലും ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളത് നോക്കുക. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. ഏതൊക്കെ ടെസ്റ്റ് എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത് പോയി ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെന്ന് കണ്ടാൽ ഒരു ഡെർമാറ്റിന് പോയി കണ്ട് അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കുക. ഇനി സ്മോക്ക് ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾ സ്മോക്ക് ചെയ്യുന്നവരാണെങ്കിൽ സ്മോക്ക് ചെയ്യുന്നത് നിർത്തുക. സ്മോക്ക് ചെയ്യുന്നത് നിർത്തിയാൽ തന്നെ നിങ്ങളുടെ ലിപ്പ് ഭയങ്കരമായിട്ട് ബ്രൈറ്റൻ ആവും. അപ്പൊ അതൊന്ന് നിർത്താൻ നോക്കുക. ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ട ഡൂസ് എന്ന് പറയുന്നത്. ഇനി ഡോൺസ്, നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ആദ്യത്തത്, ലിക്ക് ചെയ്യാണ്ടിരിക്കുക. ലിപ്പ് ലിക്ക് ചെയ്യാനേ പാടില്ല. എക്സസീവ് അഗ്രസീവായിട്ട് സ്ക്രബ് ചെയ്യാണ്ടിരിക്കുക. നമ്മളിപ്പം DIYസിലൊക്കെ കാണുമ്പോൾ ഷുഗർ സ്ക്രബ് ഒക്കെ പറയുന്നുണ്ട്. നിങ്ങൾ അതൊന്നും ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾക്ക് അഥവാ നിങ്ങളുടെ ഈ ഡെഡ് സെൽസ് പോകാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, രാത്രി കിടക്കുമ്പോൾ പെട്രോളിയം ജെല്ലി ഇല്ലേ, ഞാൻ പറഞ്ഞുതരാം, ലനേഷിന്റെ ലിപ് മാസ്ക് ഉണ്ട്, അത് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് യൂസ് ചെയ്താൽ നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾ സാധാ പെട്രോളിയം ജെല്ലി വാങ്ങിച്ച് നല്ല തിക്ക് ലെയർ അപ്ലൈ ചെയ്യുക രാത്രി, എന്നിട്ട് കിടന്നുറങ്ങുക. രാവിലെ ആകുമ്പോൾ നമ്മൾ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് മുഖമൊക്കെ കഴിയുമ്പോൾ നമുക്ക് തന്നെ ലിപ്പിൽ ഒരു വെള്ള ലെയർ കാണാൻ പറ്റും. അത് നല്ലൊരു ടിഷ്യൂ യൂസ് ചെയ്തോ കോട്ടൺ യൂസ് ചെയ്തോ നല്ല രീതിയിലൊന്ന് വൈപ്പ് ചെയ്ത് കളയുക. അതിന്റെ ആവശ്യമേ ഉള്ളൂ. അല്ലാണ്ട് ഷുഗർ സ്ക്രബ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ലെമൺ,
പിന്നെ ബേക്കിംഗ് സോഡ, ഈ വക സാധനങ്ങളൊന്നും നിങ്ങൾ ലിപ്പിൽ യൂസ് ചെയ്യരുത്. പിന്നെ ഫ്രാഗ്രൻസ് അടങ്ങിയിട്ടുള്ള ലിപ് ബാം യൂസ് ചെയ്യാതിരിക്കുക, ഡൈ അടങ്ങിയിട്ടുള്ള കളേഴ്സ് അടങ്ങിയിട്ടുള്ള ലിപ് ബാം യൂസ് ചെയ്യാതിരിക്കുക. നാച്ചുറൽ കളേഴ്സ് ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, അല്ലാണ്ട് ആർട്ടിഫിഷ്യൽ കളേഴ്സ് ആഡ് ചെയ്ത് ലിപ് ബാം യൂസ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ ലിപ്പ് ഇങ്ങനെ നമ്മൾ ഒട്ടും മോയ്സ്ചറൈസ് ചെയ്തിരിക്കുക അല്ലെങ്കിൽ ഹൈഡ്രേറ്റഡ് അല്ലാതിരിക്കുമ്പോൾ ഇങ്ങനെ തൊലി ഇളകി വരില്ലേ, അതിങ്ങനെ വലിച്ചെടുക്കാണ്ടിരിക്കുക. ഇതൊന്നും നിങ്ങൾ ചെയ്യരുത്. ഇറിറ്റൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങളുടെ സ്കിൻ കെയറിൽ ചില ഇൻഗ്രീഡിയൻസ് ചിലപ്പോൾ ലിപ്പിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും തോന്നുന്നെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ഡോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ യൂസ് ചെയ്യേണ്ട പ്രൊഡക്റ്റ് ലിപ് ബാം, SPF പ്രൊട്ടക്ഷൻ ഉള്ള ലിപ് ബാം വാങ്ങിക്കുക. അതിനകത്ത് മോയ്സ്ചറൈസിങ് ഇൻഗ്രീഡിയൻറ്റും ലൈറ്റനിങ് ഇൻഗ്രീഡിയൻറ്റും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. മോയ്സ്ചറൈസിങ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് പെട്രോളിയം, സെറാമൈഡ്സ്, സ്ക്വാലൈൻ, ഷിയ ബട്ടർ, ഇതെല്ലാം ഭയങ്കര നല്ലതാണ്. അതുപോലെ തന്നെ ലൈറ്റനിങ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നിങ്ങൾ 3 ഇൻഗ്രീഡിയൻറ്റ് മെയിൻ ആയിട്ട് നോക്കുക. ഒന്ന് കോജിക് ആസിഡ്, ഒന്ന് ആൽഫ ആൽബ്യൂട്ടിൻ ആൻഡ് ട്രാനക്സാമിക് ആസിഡ്. ഇത് 3 നിങ്ങൾ നോക്കുക. ആൻഡ് ആഡ് ഓൺ ആയിട്ട് അതിൽ നയാസിനമൈഡോ ലിക്രൈസ് എക്സ്ട്രാക്റ്റോ ഉണ്ടെങ്കിൽ നല്ലതാണ്. അല്ലാണ്ട് കീ ഇൻഗ്രീഡിയൻറ്റ് നയാസിനമൈഡ് ആണ് അല്ലെങ്കിൽ ലിക്രൈസ് എക്സ്ട്രാക്റ്റ് ആണെന്ന് കണ്ട് വാങ്ങിക്കരുത്. അത് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ ലൈറ്റൻ ചെയ്യുന്ന വരില്ല. നയാസിനമൈഡും ലിക്രൈസും എപ്പോഴും ഈ കോജിക് ആസിഡോ ആൽഫ ആൽബ്യൂട്ടിൻ ഇങ്ങനത്തെ ഇൻഗ്രീഡിയൻറ്റുമായിട്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ നമ്മൾ വിചാരിക്കുന്ന നല്ല രീതിയിലുള്ളൊരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി അടുത്തത് DIYs ആണ്. 3 സിമ്പിൾ DIYs ആണ് പറയുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങൾ. ഒന്ന് ഹണിയും ഗ്ലിസറിനും കൂടെ. ഹണി കുറച്ച് പോർഷൻ എടുക്കുക, ഗ്ലിസറിൻ ഒരു 1 to 2 ഡ്രോപ്പ് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചുണ്ടിൽ ഒന്ന് അപ്ലൈ ചെയ്തിടുക. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്തൊക്കെ ഒന്ന് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് അലോവേര ജെൽ ഉണ്ടെങ്കിൽ അലോവേര ജെല്ലും കുറച്ച് പൊട്ടറ്റോ ജ്യൂസ്, ബീട്രൂട്ട് ജ്യൂസ് അല്ല പൊട്ടറ്റോ ജ്യൂസും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ടിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് ഇട്ടിട്ട് അതങ്ങ് വാഷ് ഓഫ് ചെയ്യുക. ഭയങ്കര ഡ്രൈ ആവണവരെ വെയിറ്റ് ചെയ്യരുത്. ഓക്കെ, ആ സമയത്തൊന്ന് ലിപ്പ് ലിക്ക് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ യൂസ് ചെയ്യേണ്ട ഓവർനൈറ്റ് നിങ്ങൾക്ക് ഗീയോ പെട്രോളിയം ജെല്ലിയോ നല്ല രീതിയിൽ തിക്കായിട്ട് ഇട്ടിട്ട് കിടന്നുറങ്ങുക. ഈ 3 കാര്യങ്ങൾ ഈ 3 DIYസും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ലിപ് ബാമും പ്രൊഡക്ട്സും എല്ലാം ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് ചെക്ക് ചെയ്താൽ മതി. ഇനി ഈ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്തിട്ട് ഉപയോഗം വരാത്ത കുറച്ച് പേരുണ്ട്. അതായത് ഇയേഴ്സ് ഓഫ് പിഗ്മെന്റേഷൻ ഉള്ളവർ, കാലങ്ങളായിട്ട് പിഗ്മെന്റേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ജനറ്റിക് പിഗ്മെന്റേഷൻ ഉള്ളവർ ഈ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് പ്രൊസീജിയേഴ്സ് ആണ്. നല്ലൊരു ഡെർമാറ്റിനെ കണ്ട് ഈ ലിപ് പിഗ്മെന്റേഷൻ മാറ്റാൻ വേണ്ടിയുള്ള ക്ലിനിക്സ് ഉണ്ട്, ഫോക്കസ് ചെയ്തിട്ടുള്ള ക്ലിനിക്സ്. അങ്ങനത്തെ ക്ലിനിക്സിൽ പിഗ്മെന്റ് ഡിസോർഡേഴ്സ് ഫോക്കസ് ചെയ്യുന്ന ഡെർമാറ്റ്സിനെ പോയി കണ്ട് നിങ്ങൾ പ്രൊസീജിയേഴ്സ് ചെയ്യുക. എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ട്? കെമിക്കൽ പീൽ ഉണ്ട്. ലൈറ്റ് പിഗ്മെന്റേഷൻ ഒക്കെ ആണെങ്കിൽ കെമിക്കൽ പീൽസ് വഴി നമുക്ക് മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ ക്യൂസിച്ച് ലേസർ ഉണ്ട്, അതും നല്ല രീതിയിൽ ഒരുവിധം സ്റ്റബേൺ ആയിട്ടുള്ള പിഗ്മെന്റേഷൻ മാറ്റാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പിക്കോ ലേസർ ഉണ്ട്. പിക്കോ ലേസർ എന്ന് പറയുന്നത് നല്ല സ്റ്റബേൺ പിഗ്മെന്റേഷൻ ഇല്ലേ, എന്തൊക്കെ ചെയ്താലും മാറില്ല എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് ഓഫ് പിഗ്മെന്റേഷൻ ഒക്കെ മാറ്റാൻ ഈ പിക്കോ ലേസർ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കോമ്പിനേഷൻ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, ലേസേഴ്സോ അല്ലെങ്കിൽ കെമിക്കൽ പീൽസോ, അതിന്റെ കൂടെ ടോപ്പിക്കൽ ട്രീറ്റ്മെന്റും കൂടെ മിക്സ് ചെയ്ത് ചെയ്യുന്ന കോമ്പിനേഷൻ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ലിപ് പിഗ്മെന്റേഷൻ മാറ്റാനുള്ള പല വഴികളെന്ന് പറയുന്നത്. സോ നിങ്ങളുടെ കോസ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക, അത് കഴിഞ്ഞിട്ട് ട്രീറ്റ് ചെയ്യുക. പ്രൊഡക്ട്സ് എല്ലാം ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോ, 7 ദിവസത്തിൽ പിങ്ക് ലിപ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞ് കാണുന്ന ഒരു സാധനങ്ങൾ ചെയ്യാണ്ടിരിക്കുക. ചുമ്മാ പറ്റിക്കുന്നതാണ്, അത് വിശ്വസിക്കാണ്ടിരിക്കുക. ബീട്രൂട്ട് ലിപ് ബാം യൂസ് ചെയ്താൽ ലിപ്പ് ലൈറ്റൻ ചെയ്യുമെന്ന് പറയുന്നതും വെറുതെയാണ്. അതും ലിപ്പ് ലൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യില്ല. സോ ഇത് രണ്ടും നിങ്ങൾ മൈൻഡിൽ വെച്ചേക്കുക. ആൻഡ് അത്രയേ ഉള്ളൂ. സോ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചുണ്ടിൻ്റെ സ്മൈലി ഇല്ലേ, ഞാൻ ഇവിടെ കൊടുത്തേക്കാം, അത് കമൻറ്റ് ചെയ്തോ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, താങ്ക് യു.